ഗുഡ് മോർണിംഗ്. രജിത ബാലുവാണേ. തട്ടും തവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സേഫായും സമാധാനത്തോടെയും സുഖമായിട്ടും ഇരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സേഫാണ് കേട്ടോ. ഇന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് വെള്ളയപ്പവും കടലക്കറിയായിരുന്നു. അപ്പോൾ ഇന്നലെ വെള്ളയപ്പത്തിനുള്ള മാവ് കൂട്ടാനായിട്ട്, അതായത് കലക്കി വയ്ക്കാനായിട്ട് തയ്യാറെടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ആ ഒരു റെസിപ്പി ഷെയർ ചെയ്യാമെന്ന്. മുന്നൊരിക്കൽ എപ്പോഴും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. പല തരത്തിൽ ഞാൻ വെള്ളയപ്പം ട്രൈ ചെയ്യാറുണ്ട്. വെള്ളയപ്പം എനിക്ക് ഈശ്വരാനുഗ്രഹം ഇതുവരെയും സക്സസ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ വെള്ളയപ്പമൊക്കെ ഓർഡർ പ്രകാരം ഉണ്ടാക്കി കൊടുക്കാറുള്ളതുമാണ്. അപ്പോൾ വളരെ സ്പഞ്ചി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ ഈസി മെത്തേഡുമാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് ഞാൻ അരി കുതിർത്തിട്ടാണ് വെള്ളയപ്പത്തിന് മാവ് തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ നമ്മുടെ നോർമൽ ഗ്ലാസ് ഉണ്ടല്ലോ, ചായയൊക്കെ കുടിക്കണ ആ ഒരു ഗ്ലാസ്സിൽ 2 ഗ്ലാസ് ഫുള്ളായിട്ടും പച്ചരി എടുത്തിട്ടുണ്ട്. അതുപോലെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നമ്മുടെ ഉഴുന്നുപരിപ്പ്, ദോശയിലൊക്കെ ചേർക്കണ ഉഴുന്നുപരിപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഇത് മുഴുവനും മുങ്ങിക്കെടുക്കാവുന്ന അത്രയും വെള്ളം ഒഴിച്ചു വെച്ച് ഒരു 4 മണിക്കൂർ നേരം കുതിർക്കാനായിട്ട് വെക്കുകയാണ്. നമ്മുടെ പച്ചരി കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഈ മാവ് തയ്യാറാക്കുമ്പോഴേ തേങ്ങ വെള്ളം ചേർക്കാറുണ്ട്. അതുപോലെ തേങ്ങയും വേണമല്ലോ. അപ്പോൾ ആ തേങ്ങ പൊട്ടിച്ചതിൻ്റെ വെള്ളം ഞാൻ കളക്ട് ചെയ്തതാണ്. ഇനി നമുക്ക് ഒരു മിക്സിയിൽ നമ്മുടെ അരക്കണ ജാർ എടുക്കുക. അതിലേക്ക് കുതിർത്ത പച്ചരി 2 പിടുത്തം ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 1 കപ്പ് ഫുള്ളായിട്ടും ചെറിയ തേങ്ങ നിറച്ച് അമർത്തിയിട്ട് നിറച്ചിട്ടുള്ളതാണ് കേട്ടോ ഞാൻ. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1.5 ടേബിൾ സ്പൂൺ ചോറ്, നമ്മൾ വേവിച്ച റൈസ് ഉണ്ടല്ലോ, ചോറും കൂടെ ചേർത്ത് ആദ്യം വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അതിനുശേഷം കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ട് മായായിട്ട് വെണ്ണ പോലെ എന്നോ മഷി പോലെ എന്നൊക്കെ പറയാം, അതുപോലെ അരച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യത്തെ ബാച്ച് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ മാവ് കലക്കി വെക്കാൻ ഉദ്ദേശിക്കണേ ആ പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം കേട്ടോ. ശ്രദ്ധിക്കണം, മാവ് പൊന്തി വരും, അതായത് ഫെർമെൻറ്റേഷന് വേണ്ടി വെക്കുമല്ലോ നമ്മൾ. അതുകാരണം അതിനുള്ള അളവും കൂടെ കണക്കാക്കിയിട്ടുള്ള ഒരു പാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മൾ ഇത് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് ചേർത്തതിന് ശേഷം ബാക്കിയുള്ള അരിയും നമുക്ക് അരച്ചെടുക്കാം. നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന വെള്ളയപ്പത്തിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങയുടെയും പഞ്ചസാരയുടെയും ചോറിൻ്റെയും അളവ് കറക്റ്റായിട്ടുണ്ട് കേട്ടോ. അത് ഇനി നമുക്ക് ഈ ബാച്ചിൽ വീണ്ടും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ആദ്യത്തെ ബാച്ച് ഞാൻ അരച്ചെടുത്തത് ഈ കാണുന്ന ഗ്ലാസ്, നമ്മൾ സെയിം അരി എടുത്ത ഗ്ലാസ് തന്നെയാണ്. അതിൽ 1 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ 1/2 ഗ്ലാസ് നമ്മൾ ഉപയോഗിച്ചു കൂട്ടാം. എന്നിട്ടാണ് അത് അരച്ചെടുത്തത്. ഇതിപ്പോൾ രണ്ടാമത്തെ ബാച്ചിലേക്കും ഞാൻ അതിൽ നിന്നും ബാലൻസ് വന്ന 1/2 ഗ്ലാസ്സിൽ നിന്നും 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ ബാച്ചും നന്നായിട്ട് വെണ്ണ പോലെ തന്നെ അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അടുത്ത ബാച്ചും നന്നായിട്ട് വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അരയ്ക്കാൻ ബാലൻസ് ഒന്നും ഇല്ല. അപ്പോൾ നമ്മൾ അതും കൂടെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് വളരെ അല്പം ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈസ്റ്റ് ചേർത്തില്ലെങ്കിലും സൂപ്പർ വെള്ളയപ്പാവും. ഞാൻ പിന്നെ എന്തായാലും വീഡിയോ ഒക്കെ എടുക്കണതല്ലേ, ഒരല്പം ഭംഗി വരണമെങ്കിൽ ഒന്ന് അതും കൂടെ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ചേർക്കണം കേട്ടോ. വളരെ നുള്ളി ചേർക്കാൻ പാടുള്ളൂ. അതും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് കൈവച്ചോ തവി വെച്ചോ ഈ മാവിനെ ഒന്ന് അടിച്ച് പതിപ്പിക്കാമെന്ന് പറയും. അതിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അത് സ്പഞ്ചി ആവണതോ അല്ലെങ്കിൽ അതിൻ്റെ സോഫ്റ്റ്നെസ് ഒക്കെ ആവാൻ കാരണം ഒരു പക്ഷേ ഈ ഒരു അടിച്ച് പതിപ്പിക്കലാവും കേട്ടോ. ഒരു 15 മിനിറ്റ് നേരം അങ്ങനെ ചെയ്യണം. ഇനി നമുക്ക് അതിപ്പോൾ നമ്മൾ ലൂസാക്കി എടുത്തിട്ടില്ലല്ലോ. ഇനി നമ്മൾ ആ അരച്ചെടുത്ത ജാറിലേക്ക് നമ്മൾ നേരത്തെ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങ വെള്ളം ഉണ്ടല്ലോ, അതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. കാരണം അത് തേങ്ങ പൊട്ടിക്കുമ്പോൾ അതിലെ ചകിരിയുടെ അംശമൊക്കെ പെട്ടിട്ടുണ്ടാവും. എന്നിട്ട് ആ തേങ്ങ വെള്ളം ആ ജാറിൽ നന്നായിട്ടൊന്ന് കുലുക്കി എടുത്തിട്ട് അതും കൂടെ ഈ മാവിലേക്ക് ഒഴിക്കുക. അതുപോലെ നമ്മുടെ ബാലൻസ് വന്ന വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ല ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ. നമ്മൾ നീർദോശയുടെ മാവൊക്കെ തയ്യാറാക്കണ പോലെ വളരെ ലൂസ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഈ മാവ് തയ്യാറാക്കാം.
ഞാനേ ഈ മാവ് തയ്യാറാക്കാനായിട്ട് മൊത്തം എടുത്ത വെള്ളം 1.5 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ. അതിൽ 2 ടേബിൾ സ്പൂൺ വെള്ളം ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 1/2 ഗ്ലാസോളം നമ്മുടെ തേങ്ങാ വെള്ളമാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഉപ്പൊക്കെ ഒന്ന് കുറവാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ആ ഉപ്പിൻ്റെയും പഞ്ചസാരയുടെയും ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിൽ ഉണ്ടാവുക. എന്നിട്ട് നന്നായിട്ട് ഇതാ ഈ ഒരു പരുവത്തിൽ നല്ല ലൂസ് കൺസിസ്റ്റൻസിയിൽ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രം ഭദ്രമായിട്ട് മൂടി വയ്ക്കാം. ഒരു 8-9 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് ചുട്ടെടുക്കുന്നത് കേട്ടോ. ഞാൻ രാത്രിയാണ് മാവ് തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ ഒരു 8 മണിക്കൂറിന് ശേഷമാണ് ഞാനിത് ഓപ്പൺ ചെയ്യണത് കേട്ടോ. പിറ്റേ ദിവസം അതിരാവിലെ എൻ്റെ മാവ് നന്നായിട്ട് പുളിച്ച് വന്നിട്ടുണ്ട്. ഈ പുളിക്കലൊക്കെ അതായത് ഫെർമെൻറ്റേഷൻ പീരീഡ് എന്ന് പറയുന്നത് നമ്മുടെ കാലാവസ്ഥയെയും ആശ്രയിച്ചിരിക്കും കേട്ടോ. അപ്പോൾ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ജസ്റ്റ് തവി കൊണ്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം കേട്ടോ. ഒരുപാട് നേരം കുത്തി അമർത്തി ഇളക്കി മിക്സ് ചെയ്യരുത്. അങ്ങനെ വരുമ്പോൾ ആ വെള്ളയപ്പത്തിൻ്റെ ടെക്സ്ചറും മാറും കേട്ടോ. ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ ടിപ്പുകളാണ്. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തിട്ട് നമുക്ക് ഇനി ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. എൻ്റെ പാൻ കാണാൻ ഭംഗിയില്ല, ഒന്നും നോക്കരുതേ. വെള്ളയപ്പത്തിന് എനിക്ക് ഓർഡർ ഉള്ളത് കൊണ്ട് വെള്ളയപ്പ പാത്രം എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ പുതിയൊരു പാത്രം ഞാൻ വാങ്ങിയതേ, അത് നല്ല കുഴി കൂടുതലാണ്. അത്രയും കുഴിയുള്ളതും വെള്ളയപ്പം ശരിയാവില്ല. ഈ ഒരു പാത്രമാണ് കറക്റ്റ് വെള്ളയപ്പത്തിന് പാകം. അതുകൊണ്ട് ഇതിൽ തന്നെ ഞാൻ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിലൊരു തവി മാവ് ഒഴിച്ചു. അതുപോലെ അതിൻ്റെ ആ സൈഡിലൂടെ ആ ഓട്ടകളൊക്കെ ഒന്ന് വന്നപ്പോൾ ആണ് ഞാൻ മൂടിയിടുന്നത്. അതായത് മാവ് ഒഴിച്ചിട്ട് ഒരു 2 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ അത് മൂടിയിടാറുള്ളൂ. എന്നിട്ട് അതുപോലെ ഒരു 3-4 സെക്കൻഡ് കഴിയുമ്പോൾ തുറക്കാൻ വേണം. കാരണം ഇത് ഒരു ഹൈ ഫ്ലെയിമും അല്ല മീഡിയം അല്ല ലോ അല്ല, അതിൻ്റെ ഇടയിലുള്ള ഫ്ലെയിമിൽ നിർത്തണം. ചട്ടി ആ ഒരു ചൂടിൽ തന്നെ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്ക് വെള്ളയപ്പം കറക്റ്റ് ആവുള്ളൂ. സൈഡൊക്കെ ഒരു ബ്രൗൺ കളറായി കണ്ടില്ലേ? അപ്പോഴേക്കും നമുക്ക് ഇതുപോലെ അടർത്തിയെടുക്കാം കേട്ടോ. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് പിന്നെ നമുക്ക് പിടിക്കുന്നുള്ള പ്രശ്നമൊന്നുമില്ലല്ലോ. എന്നിട്ട് ഞാൻ വാഴയിലേക്കാണ് വെള്ളയപ്പം ചുട്ടിടുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള വെള്ളയപ്പം ചുട്ടെടുക്കാം. ഇന്ന് ഞാനെടുത്ത അളവ് പ്രകാരം 13 വെള്ളയപ്പാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ചട്ടി വല്ലാതെ ചൂടായി കാണുമ്പോൾ ഒന്നുകിൽ വെള്ളം തെളിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് നല്ല കോട്ടൺ തുണി കൊണ്ട് ചട്ടി തുടച്ചെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ വെള്ളയപ്പത്തിൻ്റെ ബാക്ക് സൈഡ് മുഴുവൻ ഭയങ്കര ബ്രൗൺ കളറായിട്ട് മാറും. അപ്പോഴേ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സ്പഞ്ചി ആയിട്ടുള്ള എൻ്റെ വെള്ളയപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി തന്നെയാണ് കേട്ടോ എൻ്റെ വിശ്വാസം. ഈ വെള്ളയപ്പം ഉണ്ടല്ലോ, നമുക്ക് ഇനിയിപ്പോൾ പഞ്ചസാര വേണ്ടാന്നുള്ളവർക്ക് പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാം, അല്ലെങ്കിൽ പഞ്ചസാര ഒട്ടും വേണ്ടാന്നൊക്കെ വെക്കാം കേട്ടോ. നമുക്ക് ഇത് എല്ലാ കറികൾക്കും, ഇഷ്ടു കറി ആയിക്കോട്ടെ, അതുപോലെ തന്നെ മസാലക്കറികൾ, അതുപോലെ ബീഫ്, ചിക്കൻ, മട്ടൻ, മീൻ, എല്ലാ കറികൾക്കും ഇത് മാച്ചായിട്ട് പോകും കേട്ടോ. ഒന്നുമില്ലെങ്കിൽ ചട്നിയോ ഇനിയിപ്പോൾ ഒന്നും വേണ്ട, ഒരല്പം തേങ്ങ ചെറുകിയിട്ട് അതൊന്ന് ഞെക്കി പിഴിഞ്ഞെടുത്ത പാലിൽ അല്പം പഞ്ചസാരയായിട്ട് ഇട്ട് കഴിക്കാനും വളരെ സൂപ്പറാണ്. എനിക്ക് അങ്ങനെയാണ് ഏറ്റവും ഇഷ്ടം കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി തന്നെയാണ് എൻ്റെ വിശ്വാസം. എങ്കിലേ ഞാൻ പറയുന്ന പോലെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ മറവി വേണ്ട കേട്ടോ. എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേ എന്നൊക്കെ നിങ്ങളുടെ ലൈക്കുകളും കമൻറ്റുകളിലൂടെ മാത്രമേ ഞാൻ അറിയുള്ളൂ. എനിക്കാണെങ്കിൽ അതൊന്നും ആരും തരാറില്ല. അപ്പോൾ അതൊന്നും മറക്കരുത് കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോകളിലൂടെ ഇനിയും കാണാം. അതുവരേക്കും ചിൽഡ്രൻ ടേക്ക് കെയർ. ബൈ.